ശ്രീമതി രാധിക നായർ, താങ്കൾക്ക് മറുപടി പറയാം. ഇതിനകത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണ ഏജൻസികളും അന്വേഷണവുമായി പോകുന്നു. തെളിവ് ഹാജരാക്കി നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അരവിന്ദ് കെജ്രിവാളിനാണ് എന്ന് പറഞ്ഞു. രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് ആരോപണത്തിൽ നിങ്ങൾ നിൽക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അഭിഭാഷകൻ പ്രശാന്ത് ജി ഇപ്പോൾ പറഞ്ഞതുപോലെ PMLAയുടെ പ്രത്യേകത തന്നെ ഇതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട BJPയുടെ വക്താവ് ശ്രീമതി സിന്ധുമോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മാഡം കേൾക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാഡം ഇപ്പോൾ പറഞ്ഞല്ലോ സിന്ധുമോൾ, ദാറ്റ് ഈർക്കിൽ പോലൊരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന്. നിങ്ങൾക്ക് തെറ്റി മാഡം. നിങ്ങളുടെ തന്നെ ഉന്നത നേതാവ് ശ്രീ അമിത് ഷാജി പാർലമെൻറ്റിൽ ഞങ്ങൾ പാക്ക് പോലൊരു പാർട്ടിയാണ്, സുപ്പാരി പാക്ക് പോലൊരു പാർട്ടിയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പേരും ഞങ്ങൾ സ്വീകരിക്കുന്നു. പിന്നെ ഈർക്കിലി പോലൊരു പാർട്ടിയാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? വളരെ ചെറിയ പ്രസൻസ്, 2 സ്റ്റേറ്റിൽ മാത്രമാണ് ഞങ്ങളുടെ സർക്കാർ. 3ാമത് സ്റ്റേറ്റിൽ ഗുജറാത്തിൽ 5 MLA മാത്രമേ ഉള്ളൂ. സിന്ധുമോൾ മനസ്സിലാക്കണം, 1984 2 സീറ്റായിരുന്നു BJPക്ക് ലോക്സഭയിൽ ലഭിച്ചിരുന്നത്. അന്ന് നിങ്ങൾ ഈർക്കിലായിരുന്നോ അതോ പാക്കായിരുന്നോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. 30ഓളം കൊല്ലം എടുത്തു ഇത്രയും വലിയ ബഹുമതിയോടെ നരേന്ദ്രമോദി സർക്കാർ പവറിൽ വരാൻ വേണ്ടിയിട്ട്. സോ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരു സുഖം തോന്നിയേനെ. പിന്നെ ഇതും നമ്മൾ മറക്കാൻ പാടില്ല, പല ഈർക്കിലുകൾ ചേർന്നാണ് നല്ല ഒന്നാന്തരം ഒരു കുറ്റിച്ചൂലാകുന്നത്. അത് അഴുക്കിനെ അടിച്ചു മാറ്റുന്ന ഒരു കുറ്റിച്ചൂലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾക്ക് കാര്യത്തിലേക്ക് കടക്കാം. മാഡം ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് കോടതി ബെയിൽ കൊടുക്കാത്തതെന്ന്. അതിൻ്റെ മറുപടി ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഇപ്പം തന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഈ PMLAയുടെ ഈ വക ഡ്രാക്കോണിയൻ അല്ലെങ്കിൽ ബെയിൽ കിട്ടാത്ത പ്രൈമാ ഫെസ എവിഡൻസ് ഇല്ലെങ്കിലും ബെയിൽ കിട്ടാത്ത ഒരു സ്ട്രക്ചർ അതിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അവർ ഇലക്ഷൻ കാലത്ത് പ്രതിപക്ഷ നേതാക്കന്മാരെ ആവശ്യമില്ലാതെ ഒരു കേസില്ലാത്ത ഒരു ഘട്ടത്തിലും അകത്ത് അടച്ചുപൂട്ടി ഇടാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഇതിനെ കൊണ്ടുവന്നതെന്ന് ഇപ്പം നമ്മൾ സംശയിച്ചിരിക്കുന്നു. പിന്നെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് ഇത്രയും ഇൻ്റർനാഷണൽ ചർച്ചകൾ ഉണ്ടാകുന്നത്. മാഡം, RSS എന്ന് പറയുന്ന വലിയ കൾച്ചറൽ ഓർഗനൈസേഷന് വരെ ഫോറിൻ എൻറ്റിറ്റീസിൽ നിന്ന് ഡൊണേഷൻ കിട്ടുന്നുണ്ട്. അത് പബ്ലിക് ഡൊമെയിനിൽ ഈ കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ അതും ചോദിക്കേണ്ടതാണ്. ബിക്കോസ് RSS BJPയുടെ മദർ ഓർഗനൈസേഷനാണ്. പിന്നെ മാഡം പറഞ്ഞല്ലോ ഞങ്ങൾ വാങ്ങും, പണം വാങ്ങിയിട്ടുണ്ട്, ലീഗലി ആണ് വാങ്ങുന്നത്, ഇനിയും വാങ്ങും. മാഡം പ്ലീസ്, മാഡം ഇല്ല മാഡം ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. മാഡം ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ മാഡം പ്ലീസ്. ഇല്ല ഗോപി പ്ലീസ്. ഗോപി എന്നോടാണല്ലോ മാഡം പ്ലീസ്. Please do not interrupt me, madam. I did not interrupt you. താങ്കളോടാണ് പറഞ്ഞത്, അതിന് മറുപടി പറയാനുള്ള അവസരം ഞാൻ താങ്കൾക്ക് തരുമല്ലോ. മര്യാദയും കാണിക്കണം. താങ്കളോടാണ് പറഞ്ഞത്, അതിന് മറുപടി പറയാനുള്ള സമയം താങ്കൾക്കും ഞാൻ തരും. ശ്രീമതി രാധിക താങ്കൾ പറയും. ശ്രീമതി രാധിക കണ്ടിന്യൂ പ്ലീസ്. ശ്രീമതി രാധിക പ്ലീസ് ഗോ അഹെഡ്. രാധിക പ്ലീസ് ഗോ അഹെഡ്. പേര് പറഞ്ഞു പോകൂ. Now please mute the speaker's mic please. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാഡം പറഞ്ഞു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് പണം. മ്യൂട്ടൊന്നും ചെയ്തിട്ടില്ല ശ്രീമതി സിന്ധുമോൾ. അതിന്റെ മാന്യതയിൽ നമ്മൾ അങ്ങ് പോകുക എന്നുള്ളതുള്ളൂ. ഐ വിൽ നെവർ മ്യൂട്ട് സ്പീക്കേഴ്സ്. ഞാൻ പറയുന്നതെല്ലാം കേട്ടിട്ട് വീട്ടിൽ പോകാൻ ആളല്ല. അല്ല ശ്രീമതി സിന്ധുമോൾ, അതിന് മറുപടി പറയാനുള്ള സമയം തരാം. ശ്രീമതി സിന്ധുമോൾ പറയുന്നതെല്ലാം കേട്ട് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. താങ്കൾക്ക് മറുപടി പറയാനുള്ള സമയം ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ. അല്ല ഗോപികൃഷ്ണ, എന്റെ ഡൗട്ട് ഞാൻ ചോദിച്ചു. അവര് പേരെടുത്ത് പറയട്ടെ, ഓർഗനൈസേഷന്റെ പേരെടുത്ത് പറയട്ടെ. നിങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് മാഡം. ഇതിനൊരു രീതിയുണ്ട് പ്ലീസ്. വാട്ട് സിന്ധുമോൾ വാണ്ട്സ് ടു നോ ഈസ് ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് അങ്ങനെ RSSന് പണം കൊടുക്കുന്നത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ഷീ റേസസ്. ബിക്കോസ് മാഡം പറഞ്ഞത് ആം ആദ്മി പാർട്ടിക്കല്ല ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്ന്
പണം ലഭിച്ചിട്ടുള്ളത്. അരവിന്ദ് കെജ്രിവാൾ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് പണ്ട് ഒരു NGO നടത്തിയിരുന്നപ്പോൾ അതിൽ നിന്ന് അന്ന് അദ്ദേഹത്തിന് ഫണ്ട്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇല്ലീഗൽ അല്ലായിരുന്നു, അന്ന് അലൗഡ് ആയിരുന്നു. സോ പിന്നെ മാഡം പറഞ്ഞല്ലോ ഞങ്ങൾ ഫണ്ട് വാങ്ങി ഇനിയും വാങ്ങും. മാഡം നിങ്ങൾ അറിയേണ്ട കാര്യം, ഇന്ന് പബ്ലിക് ഡൊമൈനിൽ എല്ലാവർക്കും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കാണാൻ പറ്റുന്ന ഇൻഫർമേഷൻ ഉണ്ട്. ED 335 കമ്പനീസിനെതിരെ കേസുകൾ നടത്തിയിട്ടുണ്ട്. ആ കേസുകൾ രജിസ്റ്റേർഡ് ആണ്. ഓരോ കേസിനും ഫയലുണ്ട്. ആ ഫയൽ തുറന്നിരിക്കുമ്പോൾ തന്നെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകാതെ തന്നെ ഈ കമ്പനീസിൽ നിന്ന് ഇലക്ടോറൽ ബോണ്ട്സ് വാങ്ങിയതിനു ശേഷം ആ കേസുകളുടെ ഫയൽ ക്ലോസ് ചെയ്തു. ഈ ഫയലും ഈ EDയുടെ ഫയല് ആരുടെയും എന്താ പറയുക ഫാമിലി ലോക്കറല്ല. ഈ ജനാധിപത്യത്തിൻ്റെ നമ്മളുടെ ആൾക്കാരുടെ പൗരന്മാർ ടാക്സ് പേയേഴ്സ് പേ ചെയ്യുന്നതാണ് ഈ EDയുടെ ഒക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാലറി. ഒരു സർക്കാരിന് ഇഷ്ടമുള്ളപ്പോൾ അല്ലെങ്കിൽ EDക്ക് ഇഷ്ടമുള്ളപ്പോൾ ഒരു ഫയൽ തുറക്കുക, ആ കമ്പനി പവറിലിരിക്കുന്ന സർക്കാരിന് ഇലക്ടറൽ ബോണ്ട് നൽകുമ്പോൾ ആ ഫയൽ അടയ്ക്കുക എന്നുള്ളത് ഇത് പബ്ലിക് മൊറാലിറ്റിക്കെതിരെയാണ്. ഭദ്രതയില്ലാത്ത കാര്യങ്ങളാണിത്. ഇന്നേ വരെ ഇത് നടന്നിട്ടില്ല ഇന്ത്യയിൽ. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഇനിയും വാങ്ങും. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ എല്ലാവരും ഞങ്ങളുടെ പാർട്ടിയിൽ വെൽക്കമാണ്. സോറി മാഡം, ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരും വെൽക്കം അല്ല. അഴിമതി നടത്തിയിട്ടുള്ള ആൾക്കാരെ ആരും ഞങ്ങളുടെ പാർട്ടിയിൽ കൈ തുറന്ന് സ്വീകരിക്കത്തില്ല. നിങ്ങളുടെ പാർട്ടിയിൽ അഴിമതി നടത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ പാർട്ടിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫയൽ ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ പാർട്ടിയിൽ എത്തിക്കഴിയുമ്പം നിങ്ങളുടെ വാഷിംഗ് മെഷീൻ നിങ്ങൾ അഴിമതിക്കാരല്ല എന്ന് നിങ്ങൾ തെളിയിക്കും. മാഡം അതാണ് പറയുന്നത്. മാഡം പാനൽ ഡിസ്കഷന് വരുന്നതിന് മുമ്പ് മാഡം അക്യൂസ്ഡ് ആകുന്നില്ല. ദേ ആർ മിയർലി സസ്പെക്ട്സ്. പിന്നെ മാഡം പറഞ്ഞല്ലോ ട്രയൽ എന്തുകൊണ്ടാണ് 1.25 കൊല്ലമായി മാഡം ഡെപ്യൂട്ടി CM മനീഷ് സിസോദിയ അകത്തിട്ടിരിക്കുന്നു. ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി ട്രയൽ എന്തുകൊണ്ട് നടത്തുന്നില്ല? തെളിവുകൾ നിരത്തി ട്രയൽ നടത്തി കേസ് എന്താ പറയുന്നത് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകും. ബിക്കോസ് അവർക്കറിയാം ട്രയൽ തുടങ്ങിച്ചാൽ ഈ കേസ് ഡിസ്മിസ് ആകും. ജസ്റ്റിസ് ഖന്ന പറഞ്ഞു മനീഷ് സിസോദിയയുടെ കേസിൽ ഇത് ട്രയലിൽ വന്നു കഴിഞ്ഞാൽ 2 മിനിറ്റിനുള്ളിൽ യുവർ കേസ് വിൽ ഫോൾ ഫ്ലാറ്റ്. മാഡം ഈ കാര്യങ്ങൾ ഇറ്റ് ഈസ് ഓൺ റെക്കോർഡ് മാഡം. ഇതിനൊക്കെ പ്രൂഫ് ഉണ്ട്, ജഡ്ജിമാർ പറഞ്ഞതാണ്. പിന്നെ അഭിഭാഷകന്മാരുടെ ഇടയിൽ ഒരു പൊതു അഭിപ്രായമുണ്ട്, നമ്മളുടെ ഇന്നത്തെ ഈ സർക്കാരിന് എതിരെ സംസാരിച്ചിട്ടുള്ള പല അഭിഭാഷകന്മാരെയും ജഡ്ജിമാരായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഈർഷ്യയും വെഞ്ചൻസ് ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു ഗവൺമെൻറ്റാണിത്. ഞങ്ങളുടെ എതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ജഡ്ജിയാക്കത്തില്ല. ലോവർ കോടതികളിൽ ഒത്തിരി ജഡ്ജിമാരുണ്ട് പ്രഷർ അനുഭവിക്കുന്നത്. ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് വരെ കൈകടത്തി പറയുമ്പോൾ അത് റെലവെന്റ് ആയിട്ട് ഏത് അഭിഭാഷകൻ പറഞ്ഞു നിങ്ങൾ അത് തുറന്നു പറഞ്ഞിട്ട് പോകും. കാരണം ഇത് പബ്ലിക് കാണുന്നതാണ്. എന്തു വെഞ്ചൻസ് അഭിഭാഷകരോട്? കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസിന്റെ മുന്നിൽ ഒരു പ്ലീ 60 വക്കീലന്മാര് കോടതിയുടെ അനാവശ്യ ഇടപെടൽ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് നിയമപരമല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ കാണിച്ചിട്ട് ഒരു ഹർജി പോയിരിക്കുക, ഒരു കത്ത് പോയിരിക്കുക. അത് വേറെ വിഷയമാണ്. അതുണ്ട് അത് ശരിയാണ്. സിന്ധുമോൾ പറഞ്ഞ ഭാഗം ശരിയാണ്. അല്ല, ഈ ജുഡീഷ്യറിയിൽ തെളിവ് ചോദിക്കുന്നുണ്ടല്ലോ. യൂറോപ്പിൽ അത് നിങ്ങൾ തെളിവ് കൊണ്ടുവാ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുമ്പോൾ BJP വക്കീലന്മാരെ ഭയപ്പെടുത്തുന്നു, ജഡ്ജസിനെ ഭയപ്പെടുത്തുന്നു, അവരെ പ്രൊമോഷൻ തടയുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അതിരുവിട്ട സംസാരമാണ്. നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. എന്തും പറയാമെന്നാണ് ഒരു ഗവൺമെന്റിനെതിരെ അല്ലെ ഒരു ആം ആദ്മി പാർട്ടിയുടെ കൾച്ചർ. അതുകൊണ്ടാണ് എന്തും നാക്കുകൊണ്ട് പറഞ്ഞ് നേടാമെന്ന് വിചാരിക്കരുത്. തെളിവുകളുണ്ട്, തെളിവുകൾ കൊണ്ടുവാ. ശ്രീമതി ടി
ശ്രീമതി ടി പി സിന്ധുമോൾ, ഒരു മാഡം, പാർട്ടിയെ മൻ കി ബാത്ത് അപമാനിക്കാനായിട്ട് നിങ്ങളുടെ നേതാവാണ് ചെയ്യുന്നത്, ഞങ്ങളല്ല. ഒരു മിനിറ്റ് നമ്മൾ ഗോപികൃഷ്ണൻ, അത് ശരിയല്ല. വല്ലാതെ സമയം ജുഡീഷ്യറിയെ പോകുന്നു. ഞങ്ങൾക്ക് വിലക്കെടുക്കാൻ and I'm afraid ശ്രമിക്കുന്നു. നമ്മള് ജുഡീഷ്യറിയെ ഞങ്ങൾ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ I'm പറഞ്ഞത്. afraid we have slipped away from the main issue.